ഇവിടേക്ക് ചളിയാണല്ലോ, മഴയും പെയ്ത് ചളി. സൈന സൈന ആ എന്തേത് പണി? ഓരോ പണിയിലാണെടി. നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? പണിയൊക്കെ ഒതുങ്ങി. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ഞാൻ. എന്തേ? നിന്റെ മോക്ക് ഇപ്പം എത്ര വയസ്സായി? അവൾക്കിപ്പോൾ 24 ആകുന്നു. ആ എന്താ അവളെ പഴുക്കാൻ വെച്ചിക്ക? ഒന്ന് പോ സെൽമ, നല്ല കിട്ടട്ടെ അപ്പം നോക്കാം. എന്നാ നല്ലത് വന്നിക്കണു. ആ ഞാനിന്നലെ അയൽക്കൂട്ടത്തിൽ പോയപ്പോഴേ സെയിനാണിത് പറഞ്ഞതേ. സെയിനിൻ്റെ മോളെ കെട്ടിച്ച അവിടുത്തെ മൂത്തമ്മാൻ്റെ മോളെ അയൽവാസിൻ്റെ അനിയൻ. നല്ല ചെക്കനാത്രേ. ജോലി എന്താ? ജോലി UK എന്തോ വലിയ പണിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് UK ആണല്ലോ വേണ്ടത്. അങ്ങനെ എന്തോന്ന് തന്നെ ഓള് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊക്കെ മോളെ വിളിക്ക്, അവളും കൂടെ കേൾക്കട്ടെ. മരിയ, എടി മരിയ, മരിയോ. ഇപ്പോൾ വരും. എന്താ മോളെ? മോൾക്കൊരു കല്യാണാലോചനേ. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. അതൊക്കെ നീ ഇപ്പോൾ പറയും. കൂടുള്ളവർക്ക് 3-4 കുട്ടികളെ പിന്നെ അതെനിക്ക് ഇടങ്ങാറേക്കാരം. എനിക്കിപ്പോൾ ജോലി കിട്ടിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പിന്നെ എനിക്ക് വേൾഡ് ടൂർ പോകാൻ ആഗ്രഹം. അതിപ്പോൾ കല്യാണം കഴിഞ്ഞാലും പോയിക്കൂടെ? പിന്നെ ചെക്കൻ UK-യിലോ? പെണ്ണെ, എനിക്ക് ഇഷ്ടം പോലെ ടൂർ പോയിക്കൂടെ? UK കണ്ടിട്ട് ബാക്കിയുള്ളവരും കണ്ടാൽ പോരെ? ചെക്കന് എത്ര വയസ്സാ? 27 ആയിട്ടുള്ളൂ. ആകെ പിന്നെ പെൺകുട്ടികളുള്ളത്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. പിന്നെ ഇപ്പം ഇമ്മയും വീട്ടിലുണ്ടാവും. നിങ്ങൾക്ക് 2 കൊല്ലാണ് UK പോകാം. കേട്ടിട്ട് നല്ലതാണ് തോന്നണല്ലേ? പിന്നെ ഇത്ര നല്ലത് വേറെ എവിടെയും കിട്ടൂല. ഉമ്മാക്ക് നല്ല ആരോഗ്യം, എല്ലാ പണിയും ഉമ്മ എടുക്കും. പിന്നെ വീട്ടിൽ മാഷിട്ട് നോക്കിയാൽ പോലും കാണാൻ കിട്ടൂല. അയാൾ വീട്ടിലുണ്ടാവില്ല, അയാൾ എപ്പോഴും പുറത്തേക്കാരാം. പെങ്ങന്മാർ 2 അട്ടികൾ വീട്ടിൽ തന്നെ വന്ന് നിൽക്കേ ഇല്ല. പിന്നെ ഉമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിലേ കല്യാണം കഴിഞ്ഞാലേ. സെൽമാത്ത നിൽക്കവിടെ. മോളെ, നീ എന്നാ വന്നു? സുഖല്ലേ? നല്ല സുഖമാണ്. UK പോയി വരുന്ന വഴിയാണ്. ഇങ്ങോട്ട് വരി. നേരല്ലേ മോളെ? ചോറായിട്ടില്ല. ഞാൻ കടയിൽ വരുന്ന വഴിയാ. ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം. അത് പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറി നിങ്ങൾക്കൊരു ഷെയ്ക്ക് അടുപ്പിച്ച് നിങ്ങളെ കുടിപ്പിച്ചിട്ട് ഞാൻ വിടും. എനിക്ക് വൈകുന്നേരം UK പോകാനുള്ളതാ. അല്ലെങ്കിൽ ഷെയ്ക്ക് പിന്നെ കുടിക്കാൻ ഞാൻ അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മുങ്ങിയാൽ പിന്നെ നിങ്ങൾ പിന്നെ കാണാൻ കിട്ടൂല. നിങ്ങൾക്ക് UK പോരണോ? മര്യാദക്ക് പഠിച്ചുകൊണ്ടിരുന്ന എന്നെ ഒരു പടുകുഴിക്ക് തള്ളിയിട്ടപ്പോൾ സമാധാനമല്ലോ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അയാൾ UK പറഞ്ഞിട്ടേ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസമേ അയാൾ UK പോകുന്ന നിർത്തിയത്ര. സായിപ്പിൻ്റെ വീട്ടിൽ പണിയാണ്, പട്ടിപ്പണിയാണ്. അയാൾക്ക് വിയർപ്പിൻ്റെ അസുഖമാണ്, പണിയെടുക്കാൻ കഴിയണില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ UK പോകാൻ വരുത്തി വെച്ച കട മുഴുവനും എൻ്റെ ഗോൾഡ് കൊണ്ടേ വിറ്റു. ഇപ്പോൾ അയാൾ പണിക്കും പോകണില്ല. പോരാത്തതിന് കല്യാണം കഴിഞ്ഞിട്ടും വീട്ടിൽ പോകാത്ത 2 പെങ്ങന്മാർ, 2 അറിയാം നിങ്ങൾക്ക്? പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞത്? ഉമ്മ പണിയെടുക്കുന്നല്ലേ? ഉമ്മ പണിയെടുക്കില്ല, പണി എടുപ്പിക്കണം. അതെടുക്കുക ഇതെടുക്കുമെന്നും പറഞ്ഞ് ആ വീട്ടിലെ സകലമായ ജോലികളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലിക്കും പോകലില്ല. അതിപ്പോൾ മോളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ? അതാണിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ 100% ശരി. ഇപ്പാക്കേ വീട്ടിൽ നിൽക്കാൻ നേരമില്ല. കാരണേ കള്ളുടിച്ചിട്ട് അയാൾക്കേ വീട്ടിൽ കയറാനേ നേരമില്ല. രാത്രി കള്ളുടിച്ച് ആടി വന്നേ അവിടെ തന്നെ കിടന്നുറങ്ങി രാവിലെ തന്നെ എണീറ്റ് പോവുക. നല്ല അടിപൊളി കുടുംബം. ഇതൊക്കെ ഇപ്പം ഞാൻ അറിഞ്ഞ മോളെ. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുതേന്നു. എൻ്റെ ജീവിതങ്ങൾ കൊളക്കില്ലേ. ഞാൻ മര്യാദക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, എൻ്റെ ജീവിതം നശിച്ചേ. പോയോ? കാണിച്ചരാ, വൈകുന്നേരം ഞാൻ കാണിച്ചു തരാം കേട്ടോ.